ഹലോ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി രാവിലെ. എൻ്റെ മോർണിംഗ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി, ബിഫോർ 6 മണി. ഇത് കാരണം ഇപ്പോൾ തന്നെ കുറച്ച് പേര് വരുന്നുണ്ട്. അവർക്കുള്ള ക്ലോത്ത്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇന്നലെ രാത്രി ഇരുന്ന് കുറേ തയ്ച്ചു, പക്ഷെ തീരാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലൗസാണിത്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ. അപ്പം അതിൽ ഈ എൻഡ്സ് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് കൊളുത്തും പിടിപ്പിക്കണം. അത്രയും ഇതിൽ ബാക്കിയുണ്ട്. ഈ ബ്ലൗസ് വാങ്ങാൻ വേണ്ടി ഒരു 9 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതും തീർക്കാം. വേറെ ചെയ്തത് ഈ ഒരു കുർത്തിയാണ്. നോർമലായിട്ട് ഒരു കുർത്തിയും പിന്നെ പാൻറ്റും. ഇത് ചെയ്തു, ആ ബ്ലൗസ് ചെയ്തു, പിന്നെ കുറച്ച് ഓൾട്രേഷൻ. തൽക്കാലം കൊടുക്കാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതായത് ഈ രാവിലത്തേക്ക്. ഇന്ന് ഒരു ഓണ സദ്യ കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് വെച്ചിട്ട് ആൽബീൻ്റെ അലാം അവൻ എഴുതിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പ്ലെയിനായിട്ട് പെട്ടെന്നൊരു ഡ്രസ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അത് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാൻ. പക്ഷേ ചെറുതായിട്ട് എൻ്റെ മനസ്സ് മാറി. എനിക്ക് ഒരു കളർ വേണം, ഓറഞ്ച് കളർ. ബിക്കോസ് പ്ലെയിനായിട്ട് ചെയ്യുമ്പം അത് ടു പ്ലെയിൻ ആവാൻ സാധ്യതയുണ്ടോ എന്നൊരു ഡൗട്ട്. സോ ഇതിൽ ചെയ്യാം. ഓക്കെ. ടോപ്പ് ആക്ച്വലി നല്ല ഒരു സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ടോപ്പ് പോലെ ഉണ്ട്. മറ്റേ ഡാൻഡിയ ഒരു ഇതിന്റെ അതിന് യൂസ് ചെയ്യാം. മൈൻഡിങ് യു. പോകാനായി. നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഓണസദ്യക്കുള്ള ഒരു ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് പോകുന്നത്. വി ആർ എക്സൈറ്റഡ്. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 11 AM അല്ലെങ്കിൽ 11 AM ഓൺവേർഡ്സ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ 11:30 ആയി. നമ്മൾ റോയൽ മലബാറിലേക്കാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ഷാപ്പിൽ ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ ഇവരുടെ ഓണം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആണ് വരുന്നത്. അപ്പോൾ ഇത് സദ്യയുടെ റോയൽ സദ്യയുടെ ഒരു ചെറിയ ടേക്ക് ഔട്ട് ബോക്സ് ഉണ്ടാവും. ഈ ടേക്ക് ഔട്ട് ബോക്സ് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് മാത്രമല്ല, നമുക്ക് അടുത്തൊരു കോക്ടെയിലും കൂടി ഉണ്ട്. ഇത് ആക്ച്വലി ഇവർക്ക് മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോക്ടെയിൽ മോക്ടെയിൽ സെയിം ആയിട്ടാണ്. അപ്പോൾ ആൽക്കഹോൾ കൊണ്ട് ഇല്ലാത്തതുണ്ട്. മുല്ലപ്പൂ വെച്ചിട്ടുള്ളൊരു ഓർഡർ മതി. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിലൂടെ ഇങ്ങനെ നിൽക്കണ്ട. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വയറൊക്കെ നിറഞ്ഞു. ഇനി പോയി ഒന്ന് ഉറങ്ങാൻ. വായിക്കോട്ട് വിട്ടു തുടങ്ങി. ഒന്ന് പോയി ഉറങ്ങിയാൽ മതി. തലവേദനിക്കുന്നു. ഞാൻ ഇന്നലെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെയാണ്. ചന്ദനം. ഞങ്ങൾ ഇന്ന് ടൊറൻറ്റോയിലേക്ക് പോവാണ്. ഞാൻ തിരിച്ച് വന്ന് നന്നായിട്ട് ഉറങ്ങി. പക്ഷെ ഇച്ചിരി നേരം ഉറങ്ങിയിരുന്നു. ഭയങ്കര ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഉറങ്ങി പോകുന്ന പോലെയായിരുന്നു. അങ്ങനെ ഉറങ്ങി. ഐ തിങ്ക് പവർ ലാപ്പ് പോലെയായിരുന്നു ഇന്ന്. ഇപ്പോൾ എഴുന്നേറ്റ് പോയപ്പോൾ 4:30 കഴിഞ്ഞു. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആണ്. സോ ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ
ഞാൻ ഈ ഗെയിം എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ വെച്ചിട്ട് എന്തായാലും ഇത് കളിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇതിനെ ഒന്ന് കൊണ്ടുപോയി നോക്കാം. എന്താ ഗെയിം എന്താണെന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ. ഈ ആഴ്ച ഒരു ലോങ് വീക്കെൻഡാണ്. സോ നാളെയൊക്കെ അവധിയാണ്. വെരി സ്റ്റിൽ ഫീൽ സോ സ്ലീപ്പി. ഇപ്പം സമയം 4:30 5 മണി കഴിഞ്ഞു കേട്ടോ. 5:12 നമ്മൾ എന്തായാലും ഒരു 7 മണി ഒക്കെ ആവും അവിടെ എത്താൻ. കണ്ണോട് കണ്ണായിടാ മെയ്യോട് മെയ്യായിടാ കാതോരം. നമ്മളിവിടെ ഒരു പോകുന്ന വഴിക്ക് ബേ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഹിയർ വി ആർ ഗോയിങ് ടു പിക് നിതിൻ ചേട്ടൻ. ഇത് കണ്ടോ, ഇവിടെ കുറേ ആളുകളുണ്ട്. ഇത് അവിടെ അങ്ങനെ കാണുന്ന ടൊറന്റോ ആണ്. ഇതും ടൊറന്റോ ആണോ അതോ ആ കാണുന്നതാണോ ടൊറന്റോ? ഓക്കെ, ഇവിടെ നിറയെ ആള്. ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി ഇതിലെവിടെയോ നിതിൻ ചേട്ടനുണ്ട്. നേരെ തട്ടുന്ന വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടി. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിന്റെ സംഭവം നോക്കാൻ വേണ്ടി ആൽബി പോയി. നിതിൻ ചേട്ടൻ ഇവിടെ ഹൈക്കിങ്ങിന് പോയതാണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണോ പോവാണോ ഡിസൈഡ് ചെയ്തിട്ടില്ല. നല്ല രസമുണ്ട് ഇവിടുത്തെ സൺലൈറ്റ്. ഭയങ്കരമായിട്ട് തണുക്കുമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. അപ്പോൾ ചെറുതായിട്ടൊരു ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നടക്കുന്നവരും കൂടുതൽ ആളുകളുണ്ട് അവിടെയൊക്കെ. ഇതാണ് സ്ഥലം. വാ, സൺസെറ്റ് ആയോ? അത് CN ടവറാണോ? ഓ ഓക്കെ. സോ CN ടവറാണ് ആ അടുത്ത്. വാ, നല്ല രസം. പക്ഷെ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. കാരണം ഇവിടെ മൊത്തത്തിൽ ഒരു തണുപ്പുണ്ട്. ഇങ്ങനൊരു പടിയുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് യെസ്. അപ്പോഴത്തേക്കും നമുക്ക് പോകാൻ ടൈമായി. നിതിൻ ചേട്ടൻ ഇസ് ബാക്ക് ഫ്രം ഹൈക്കിങ്. അപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ ഉറങ്ങാൻ പോവാണ്. This is our space. Good night. എനിക്ക് എന്തായാലും കാപ്പിയും വേണം. ആണോ? കുഞ്ഞു കാപ്പിയാണോ കുടിക്കുന്നത്? ഒന്നുകൊണ്ടും പേടിക്കണ്ട. വലിയ തണുപ്പൊന്നുമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം അവർ പ്ലേസ്. ഉണ്ടാക്കിയോ? ഓ, അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? എനിക്കിത് മനസ്സിലായി. എനിക്ക് കൊടുത്തോ. ഇന്ന് നമ്മൾ ഇവിടുത്തെ CNE കാണാൻ പോവാണ്. ലാസ്റ്റ് ഡേ ഓഫ് CNE ആണ്. യെസ്. ഇത്ര സൂം ചെയ്ത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഊബറിൽ കയറി. നമ്മൾ വെയിറ്റ് ചെയ്ത് CNE എത്തണം. എടുത്തിട്ട് മേലോട്ട് വരണമെങ്കിൽ ഇത് ക്രോസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇവിടെ വീഡിയോ. അവിടെയാണ് എക്സിബിഷൻ. നമ്മളിവിടെ CNEയിലെത്തി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ കയറാം. കാരണം ഇതൊരു എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. പലയിടത്തുണ്ട്.
അവിടെ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പോലല്ല 1 9 7 4 5 0 എവിടെ വെഞ്ചരിച്ചിട്ട് നമ്മൾ അത് സ്കെറിയാണോ? ഗ്ലാസ് തന്നാൽ മതി. ആ ഇതിലെന്താ കഴിഞ്ഞ കൊറേ ബഹളവും കൊറേ ഇടയ്ക്കൊരു ലൈറ്റ് മിന്നലും അത്രയേ ഉള്ളൂ. ബസ് ലൈക്ക് ഫ്രീ ആയതുകൊണ്ട് ഓക്കെ. How was the It experience? is not that enough, you know, guys. കൊള്ളായിരുന്നു. scary enough. Yeah, it was not scary enough. ഒരു പെട്ടിക്കകത്ത് കുറച്ച് പ്രതിമകൾ വെച്ചിരിക്കുന്നു. എനിക്ക് ആരെ I was കാണുന്നുണ്ട്. scared when she looked back. That's all I'm talking about. ആകാശത്തോടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടന്നു പോകുന്നത്. ഈ സംഭവം ഭയങ്കര മെല്ലെ പോകണം. എന്താ സ്കൈ എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടു റെസ്റ്റോറന്റ് ആകാശത്ത് തൂങ്ങിയിരിക്കുന്നത്. കുറേ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട്. ഒരു ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം അത്. ഇതൊരു മസാജ് റൈഡ്സിൽ കയറാൻ പോവാണ്. ഇവിടെ കുറച്ചധികം സാധനങ്ങളുണ്ട്. മേ ബി 2 or 3. കാരണം ആ സാധനം തന്നെ ഹെവിയാ. നടക്കണ റീഫില്ല. ഓ തുണിക്കട, ഫാഷൻ കട, ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലാണ് നമ്മൾ നോക്കുന്നത്. ഇത് സിംഗിൾ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഇത് പൊങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഇതാണോ നമ്മൾ നോക്കിയേ. പോവാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ ഊഞ്ഞാൽ. 2 പേര് ഇരുന്ന് കറങ്ങുന്ന ആ സാധനം. കയറാനുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് ഇവിടുന്ന്. കയറാൻ പോകുന്ന റൈഡ്. അവൻ ക്യൂവിൽ പോവാണ്. ഈ സംഭവത്തിൽ ചേരണം. അവരിവിടെ പുറകിലുണ്ട്. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീർന്നു. ഇവിടെ ശ്രീകാഴ് ചേട്ടനും കുഞ്ഞേച്ചിയും ഇതിൽ കയറാൻ പോയി. നമ്മള് ഇവിടെ പോവാണ്. കിടന്നു പോകുന്ന ഒരു സാധനമാണ്. ഇതുവരെ കിടന്നിട്ടുള്ള സാധനം കണ്ടിട്ടില്ല. സോ വി കാൻ ട്രൈ ദാറ്റ്. ഇതാ കിടന്നു വന്ന ക്ലിപ്പ് ഹാങ്ങർ. യാ നമ്മളും പറക്കാൻ പോവാണ്. ഇതിലിങ്ങനെ കിടക്കാൻ പോവാണ്. നടക്കുന്നുണ്ട് ഇവിടെ. നമ്മളെ കഴിഞ്ഞിട്ട് ഇവരെടുത്തേക്ക് വരാം. ഇവരിവിടെ കണ്ടുകൊണ്ടിരിക്കുക. ആൽബിതാണ്ട് അവിടെ മസാജിൽ ഇരിക്കുന്നു. ഇത് വന്നു ദാണ്ട് ആൽബി എന്നത് വരുന്നു. ഷോ അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ കറങ്ങി നടക്കുവാണ്. എല്ലാം
കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഒരു ഫുഡ് മസാജിങ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അങ്ങനെ കാലെല്ലാം ഫുൾ ഡേ കഴിഞ്ഞ് റിലാക്സായി. നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ദാറ്റ് വാസ് കനേഡിയൻ നാഷണൽ എക്സിബിഷൻ. അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ബർഗർ കഴിക്കുന്നത്, നല്ല അടിപൊളി ബർഗർ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ലെഫ്റ്റോ? ഓക്കെ, നമ്മൾ റോഡ് ക്രോസ്. ആ റെഡ് ബോർഡ് കാണുന്ന അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഒരു സാധനമുണ്ട്, പിക്കപ്പ് ക്ലീൻ. അതിങ്ങനെ ബീപ്പ് ചെയ്യും. നമ്മുടെ സാധനം കിട്ടി. നമ്മളിനി ഇരുന്ന് കഴിക്കാനൊരു സ്ഥലം തപ്പിപ്പോവാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നില്ല ഗ്രേവിയൊക്കെ. അതിൻ്റെ ഇത് നമ്മുടെ വെറ്റിൻ്റെ തന്നെയാണോ? അല്ല, ഇത് അമേരിക്കൻ ഡബിൾ. അവള് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അവൾക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ടു ദ പ്ലേസ്. അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകും. വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ആൻഡ് വി ആർ ഓൺ അവർ വേ ബാക്ക്. ദിസ് വാസ് എ വീക്കെൻഡ്. വി റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ട് കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ബ്രേക്ക്. വി ഗോയിങ് ബാക്ക്. ഇനിയിപ്പോൾ ചെല്ലുന്നു, വിൽ ജസ്റ്റ് ബിക്കം ഫ്രഷ്. എന്തെങ്കിലും ഡിന്നർ പ്ലാൻസ് ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ്